നമസ്തേ, സ്വാഗതം. ബി2 ഓർഗാനിക്സിന്റെ 202ാമത്തെ എപ്പിസോഡിൽ നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള എന്നാൽ പേരറിയാത്ത ഒരു സസ്യത്തിൽ പെട്ടതായിരിക്കാനാണ് ഈ സസ്യത്തിന് സാധ്യത. അതായത് നമ്മുടെ മുറ്റത്ത് നമ്മൾ കള പറിച്ച് കളയുമ്പോഴോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളിൽ നിന്ന് കള നീക്കം ചെയ്യുമ്പോഴോ ഒക്കെ ഇതിനെ കാണാൻ സാധ്യത ഉണ്ട്. ഇത് പാലവർഗത്തിൽ പെറ്റ ഏറ്റവും ചെറിയ ചെടിയാണ് കേട്ടോ. ഉഷ്ണവീര്യാണ്, സമൂലം ഉപയോഗിക്കുന്നുണ്ട്. വെളുത്ത നിലപ്പാല, അത് വെളുത്തത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തവിട്ടുമുണ്ട്, അതേപോലെ തണ്ട് മിനുസുള്ളതുമുണ്ട്, രോമങ്ങൾ ഉള്ളതുകൊണ്ട്, ഇലയുടെ ബാക്കിൽ രോമങ്ങളുണ്ട്, ഇല നല്ല നൈസായിട്ടുള്ളതുണ്ട്. ഇതിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. രോമാവൃതമായിട്ടുള്ളതിനാണ് കുറച്ചും കൂടി ഔഷധ ഗുണം. പ്രത്യേകിച്ച് വെള്ള നിലപ്പാലയ്ക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. കാരണം തവിട്ട് നിലപ്പാല പലപ്പോഴും പല ആൾക്കാരിലും ചേർക്കുമ്പോൾ മലബന്ധം സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് വെള്ള നിലപ്പാലയാണ് നമുക്ക് കൂടുതലായിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. പ്രഷർ, പ്രമേഹം, അതേപോലെ തലമുടി കൊഴിഞ്ഞു പോകുന്ന ഇന്ദ്രലുപ്ത എന്ന് പറയുന്ന ഒരു അസുഖം, അതിന് തേരകത്തിൻ്റെ അല്ലെങ്കിൽ പാറകത്തിൻ്റെ ഇല കൊണ്ട് എവിടെയാണോ അങ്ങനെ പോകുന്നത് ആ ഭാഗം ഒന്ന് ഉരച്ചിട്ട് ഈ നിലപ്പാലയുടെ സ്വരസം തേക്ക് അല്ലെങ്കിൽ അരച്ച് തേക്കുക ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. കൃമിക്ക് നശിപ്പിക്കുന്നുണ്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ വെള്ള നിലപ്പാല അരച്ചിട്ട് പാല് ചേർത്തിട്ട് സേവിക്കുന്നത് അസ്ഥിസ്രാവത്തിന് നല്ലതാണ്, ഓസ്റ്റിയോപൊറോസിസിന് നല്ലതാണ് പറയുന്നുണ്ട്. കറ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിമ്പാറ കൊഴിഞ്ഞു പോകും പറയുന്നുണ്ട്. ശ്വാസകോശ രോഗങ്ങൾക്ക് പറയുന്നുണ്ട്. പൊള്ളലേൽക്കണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ വീര്യം കുറയ്ക്കാനായിട്ട് തേൻ ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ നിലപ്പാല, അതിൻ്റെ ഒപ്പം കറിവേപ്പില, കിഴാർനെല്ലി, പച്ചമഞ്ഞൾ, അതൊക്കെ തൈരിൽ അരച്ചിട്ട് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ശരീരം തണുക്കും. അപ്പോൾ ഈ ഉഷ്ണ രോഗങ്ങൾ അല്ലെങ്കിൽ ഉഷ്ണപരം രോഗങ്ങൾ കാരണം ശരീരത്തിന് ബലക്കുറവോ അല്ലെങ്കിൽ ലൈംഗിക ബലഹീനതയൊക്കെ ഉള്ള ആൾക്കാർ ഇത് കഴിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിലപ്പാല അരച്ചിട്ട് നെല്ലിക്ക അളവിൽ പാലം ചേർത്ത് ഉദയത്തിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അസ്ഥിസ്രാവവും മൂത്രച്ചുടിച്ചിലിനും നല്ലതാണ് പറയുന്നുണ്ട്. നിലപ്പാല വിഴാലരി സമാസമം ഉണക്കിയിട്ട് സമം ശർക്കര ചേർത്തിട്ട് 1/2 ടീസ്പൂൺ വീതം പാലിൽ കലക്കി സേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടയിടുക്കിലെ ചൊറിച്ചിലും ചുട്ടുനീറ്റലിനൊക്കെ ശമനം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അരച്ച് സേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ വയറിളക്കം മാറും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ആരും കാണാത്ത ഭാഗങ്ങളിലുള്ള ചൊറി, എക്സീമ, അത്രയും എക്സ്ട്രീം ചൊറി മാറാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ എപ്പോഴും അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്നും കണ്ണിൽ വീഴാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിന് ലേശം ഉഷ്ണ സ്വഭാവമുണ്ട്. കണ്ണിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളണ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് വെന്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാലും വളരെ നല്ലതാണ്.